നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പാലക്കാട് ഡിവിഷണൽ റെയിൽവേ യൂസേഴ്സ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി അംഗമായി രണ്ടാം തവണയും ചുമതലയേറ്റെടുത്ത ശേഷം കണ്ണൂരിലെത്തിയ അഡ്വക്കേറ്റ് റഷീദ് കവായിക്ക് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെയും സുഹൃത്തുക്കളുടെയും നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. എനക്കും അദ്ദേഹത്തോട് വളരെയധികം സ്നേഹമുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും വന്ന് തുറന്നു പറഞ്ഞ് അത് പരിഹരിക്കുവാനും അത് മറ്റുള്ള യാത്രക്കാർക്ക് ഏത് യാത്രക്കാരനായാലും അവരുടെ കാര്യങ്ങൾ വന്ന് പറഞ്ഞ് വളരെ വളരെ നല്ല സ്നേഹപൂർവ്വം ആ കാര്യങ്ങൾ നമുക്ക് ഒത്തുതീർപ്പിലെത്തിക്കാനും മറ്റും അദ്ദേഹത്തിൻ്റെ കഴിവ് വളരെ പ്രശംസനീയമാണ്. ഇങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങളോടൊപ്പം എനക്കും ഒരു അവസരം ലഭിച്ചതിൽ ഞാൻ വളരെ കൃതാർത്ഥനാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സ്വീകരണ യോഗത്തിൽ നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ ദിനു മൊട്ടമ്മൽ അധ്യക്ഷത വഹിച്ചു. റെയിൽവേ സ്റ്റേഷൻ മാനേജർ സുജിത് കുമാർ, വിവിധ സംഘടനാ ഭാരവാഹികളായ രാജൻ തീയറത്ത്, CV സന്തോഷ്, KPK നമ്പ്യാർ, റൈജു ജെയ്സൺ, ഗഫൂർ കാവിൻമൂല, ജമാൽ സിറ്റി, T സുരേഷ് കുമാർ, വസന്ത് പള്ളിയാമൂല, വിജയൻ കൂട്ടിനേഴത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് റഷീദ് കവായി മറുപടി പ്രസംഗം നടത്തി. ഏറ്റവും മാതൃകയായിട്ടുള്ള ഒരു സ്റ്റേഷനായി, കാരണം പലപ്പോഴും നമ്മളിപ്പോ ഒരു പരാതി പോയി പറഞ്ഞാൽ പല ആളുകളും ഒരു 5 അക്ക ശമ്പളം വാങ്ങുന്നതിന്റെ അഹങ്കാരത്തിൽ പല ആളുകൾ എല്ലാവരും അല്ല, പലപ്പോഴും യാത്രക്കാരോടുള്ള സമീപനത്തിൽ ചെറിയ ഏറ്റക്കുറച്ചിൽ, അവരുടെ പെരുമാറ്റത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. പക്ഷേ കണ്ണൂരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പൊ അടുത്ത കാലത്ത് ഒരുപാട് സംഭവങ്ങൾ നടന്നു. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആരുടെയും കുറ്റം കൊണ്ടല്ല, യാദൃശികമായി സംഭവിച്ചാണ്. ഇപ്പം നമ്മുടെ കോച്ചിന് തീ കൊടുത്തു, അതോടൊപ്പം പട്ടികൾ ആളുകൾ കടിച്ചു. അന്നേരെല്ലാം ഉണർന്ന് പ്രവർത്തിച്ച ഒരു വലിയ മനുഷ്യനാണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്നത്. കാരണം ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.